ചാത്തൻ തീർച്ചയായിട്ടും ശാസ്താവാണ്. എല്ലാ ശാസ്താവും ചാത്തനല്ലതാണ്. ശബരിമലയിലേക്ക് യുവതീ പ്രവേശനം സാധ്യമാകാത്തത് പീരീഡ്സിന്റെ കാരണം കൊണ്ടല്ല. നവരത്നം മോതിരം ധരിച്ചിട്ട് പൈസ താഴെ വരുന്ന വിചാരിച്ച് അവിടെ ഇരുന്ന് അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് ദ്രൗപദി ആർത്തവ സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. ഭഗവാൻ തന്നെ ഒരു വസ്ത്രത്തിന്റെ രൂപത്തിൽ ദ്രൗപദി ഹഗ് ചെയ്തു എന്നാണ്. നമ്മുടെ ശരീരം ബേസിക്കലി ലിക്വിഡാണ് കൂടുതലുള്ളത്. ഇതിലും ദ്രാവകമാണ്, ഇതിനും ഉണ്ട് അട്രാക്ഷൻ. ഇപ്പൊ നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പറയുമ്പോൾ എല്ലായിടത്തും ശിവനാണോ? അല്ല, ഓരോയിടത്തും ഓരോ ശിവനാണ്. ഈ ആജ്ഞാചക്രത്തെ ഉണർത്താനാണ് നമ്മളിവിടെ ചന്ദനം കൊടുക്കുന്നത്. അയാൾക്കൊരു ലൈഫ് ഉണ്ടാവാനാണ് ജാതകം, അല്ലാതെ ലൈഫ് ഇല്ലാതാക്കാനല്ല. പുരുഷന്മാരുടെ ചൈതന്യം സ്വീകരിക്കുന്ന ഭാഗം ഇവിടെയാണെന്നും അത് ഷർട്ട് ഉണ്ടെങ്കിൽ അത് മറഞ്ഞു കിടക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ചൈതന്യം സ്ത്രീകൾക്ക് അത് മുഖത്താണ്. ഇവിടെയാണ്. ഒറ്റയടിക്ക് പോയിട്ട് PhD പഠിക്കരുത്. എനിക്ക് ഇപ്പോൾ താങ്കൾ സംസാരിച്ച രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, സയന്റിഫിക്കലി നമ്മൾ മതം എന്ന് പറയുന്നതിനെ ഏത് രീതിയിൽ കാണണം? ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയാം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ആൽമരത്തിൻ്റെ തണലിലാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ആൽമരം ഓക്സിജൻ തരുന്നുണ്ട്, തണൽ തരുന്നുണ്ട്, നമുക്ക് നല്ലതാണ്. പക്ഷെ അതേ തന്നെ നമ്മൾ പറയുന്നുണ്ട് ആൽമരത്തിനടിയിൽ കിടന്ന് ഉറങ്ങരുതെന്ന്. അപ്പോൾ സയന്റിഫിക്കലി കാണണോ അതല്ലാതെ അല്ലാത്ത രീതിയിൽ കാണണോ എന്നുള്ളത് ഒരു ചോദ്യം. അതുപോലെ തന്നെ എനിക്ക് ഗുരുവായൂരപ്പനിലേക്കും പൂന്താനത്തിലേക്കും വരാനുണ്ട്. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ സയൻസ് ബിലീഫ് ഇത് രണ്ടും അല്ലേ? ഇപ്പം നമുക്ക് എല്ലാത്തിലും ഇപ്പൊ ചില പറയാറുണ്ട്, ചില ഞങ്ങളൊക്കെ പ്രഭാഷണം നടത്തുന്ന സമയത്ത് സയൻസ് പറഞ്ഞാൽ മാത്രമേ അത് നല്ല പ്രഭാഷണമാവുള്ളൂ, അല്ലെങ്കിൽ സയൻസ് കോട്ട് ചെയ്ത് സംസാരിച്ചാൽ മാത്രമേ നന്നാവുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലായിടത്തും പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പം ഹൈന്ദവ ധർമ്മം എന്നൊക്കെ നമ്മൾ ഇന്ന് വിളിക്കുന്ന സനാതന ധർമ്മം അത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഫിലോസഫിയെ കുറിച്ചാണ്. ഈ പറയുന്ന സയൻസ് അല്ല അവിടുത്തെ വിഷയം, ഫിലോസഫിയാണ്, തത്വചിന്തയാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സയൻസിന്റെ ചില എലമെന്റ്സ് കയറി വന്നേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തുളസി നടണം അല്ലെങ്കിൽ ആല് വേണം, അതൊക്കെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു വെക്കുന്നത് മെഡിസിൻ ആണ് എന്നുള്ള മൂല്യം കൊണ്ടും ഒപ്പം ഈ പറയുന്ന പ്രകൃതിക്ക് നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ രണ്ടും ഒരുപോലെ ഉണ്ടാവട്ടെ എന്ന് വെച്ച് പറഞ്ഞു പോയ ചിലതിൽ സയൻസ് വന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഓരോന്നും എടുത്ത് ഇതിൽ സയൻസ് ഉണ്ടോ, ഇതിൽ സയൻസ് ഉണ്ടോ, ഇതിൽ സയൻസ് ഉണ്ടോ നമ്മൾ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ സയൻസ് ഇല്ലാത്തത് കൊണ്ട് അത് മോശമാവുന്നുമില്ല. സയൻസും ഉണ്ട്, സയൻസിന് പറയാൻ സാധിക്കാത്ത ചില കാര്യങ്ങളും ഇതിവിടെ പറയുന്നു. രണ്ടിനെയും രണ്ട് പെർസ്പെക്റ്റീവിൽ കാണാൻ നമുക്ക് സാധിക്കണം. സയൻസ് പറയുന്ന കുറേ കാര്യങ്ങൾ ഈ ധർമ്മത്തിലുണ്ട് എന്നുള്ളത് ഇതിന്റെ പ്ലസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ശാസ്ത്രം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന സാധനത്തിന്റെ അടിസ്ഥാനമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നല്ല ഈ ധർമ്മം. അത് അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ അയ്യോ ഇതിൽ സയൻസ് ഇല്ല, ഇത് മൊത്തം മോശമാണെന്നും പറയരുത്. സയൻസ് ഉണ്ട്, ഇതാണ് ഏറ്റവും വലിയ ഗംഭീരം എന്നും പറയാനില്ല. രണ്ടും നമ്മളൊരു നിശ്ചിത അകലത്തിൽ പിടിക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ ഒരു റോസാപ്പൂ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി എനിക്ക് കാണാൻ പറ്റില്ല. കുറേ ദൂരം ഞാൻ കണ്ടുപിടിച്ചാലും അത് കാണാൻ പറ്റില്ല. അത് പിടിക്കേണ്ട ഒരു രീതിയുണ്ട്, അവിടെ പിടിച്ചാൽ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു വ്യക്തിയുടെ ഒരു പക്ഷെ വിവാഹം നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായിട്ടുള്ളത് ആ വ്യക്തിയുടെ ജാതകങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതിൽ എത്രമാത്രം സത്യസന്ധതയാണ് പറയാനായിട്ട് സാധിക്കുന്നത്? ഇപ്പോഴത്തെ ഈ ജാതക സിസ്റ്റം ഒക്കെ നമ്മൾ ജനിച്ചു എന്നറിയപ്പെടുന്ന നമ്മൾ എഴുതി കൊടുക്കുന്ന സമയം അനുസരിച്ചിട്ടാണ് ഇന്നത്തെ ജാതകമൊക്കെ ഉണ്ടാക്കുന്നത്. എത്രത്തോളം ശരിയാണെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. നമുക്ക് ഈ ജാതകം അല്ലെങ്കിൽ ഞാൻ ഈ ധർമ്മത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മുഴുവൻ സാധനങ്ങളെയും ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ ഫൂളിഷ്നെസ് ആണെന്ന് പറയുന്ന ഒരാളല്ല. ഇതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്, ഇതൊക്കെ വിധിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള നന്മയ്ക്കാണ്. ഈ ജാതകം കൊണ്ട് ഒരു മനുഷ്യൻ 40 വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ അയാളുടെ ഇന്ന ദോഷം കൊണ്ട് ഇരിക്കുന്നു എന്നുള്ള പരിപാടിയോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഒന്നാമത്തെ കാര്യം, അയാൾക്കൊരു ലൈഫ് ഉണ്ടാവാനാണ് ജാതകം, അല്ലാതെ ലൈഫ് ഇല്ലാതാക്കാനല്ല. എത്രയോ പെൺകുട്ടികൾ, എത്രയോ ആൺകുട്ടികൾ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന എത്രയോ ആളുകൾ ഇന്നും എനിക്ക് ഇന്ന ദോഷമുണ്ട്, എനിക്ക് ശുദ്ധജാതകമാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഒരു വിവാഹ ജീവിതം ലഭിക്കാതെ നടക്കുന്നു. ഇപ്പൊ ശുദ്ധജാതകം അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് അമ്പലങ്ങളിൽ ഇപ്പൊ തിങ്കളാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസം ശിവനെ പൂജിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഓരോ ദിവസങ്ങളുണ്ട് അല്ലെ. ശ്രീകൃഷ്ണനെ പൂജിക്കാൻ ഇന്ന ദിവസമുണ്ട്, വ്യാഴാഴ്ചയുണ്ട്, പിന്നെ ഭഗവതി അവരെ പൂജിക്കാനായിട്ട് ഇന്ന ദിവസങ്ങളുണ്ട്. അപ്പം ഇതിൽ എത്രത്തോളം കൃത്യമായിട്ട്, കാരണം ഒരു ദിവസം നിശ്ചയിക്കപ്പെടുന്നത് അനുസരിച്ചിട്ടാണോ നമ്മൾ പൂജിക്കേണ്ടത്? ഇതിന് വലിയ ജ്യോതിശാസ്ത്രമായിട്ട് വലിയ പങ്കാണുള്ളത്. ഇതിനൊക്കെ ജ്യോതിഷം നമുക്ക് കൂടുതൽ സ്വീകരിക്കാൻ സാധിക്കും. ഇപ്പം കൃഷ്ണന്റെ കാര്യം പറയാം. ഇപ്പം കൃഷ്ണൻ ഭഗവാൻ മഹാവിഷ്ണു എന്ന് പറയുന്ന ചൈതന്യം ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴമായിട്ടാണ് പറയുക. വ്യാഴത്തിന്റെ ഗ്രഹത്തിന്റെ അധിപനാണ് മഹാവിഷ്ണു. അതുകൊണ്ടാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ പൂജിക്കാൻ പറയുന്നത്. ചൊവ്വ അതിന്റെ അധിപനാണ് ഈ പറയുന്ന ദുർഗ അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ രണ്ട് രീതിയിലും പറയും. അപ്പൊ അന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ ദുർഗയെ പൂജിക്കുന്നു. അത് ആ ഗ്രഹത്തിന്റെ സ്വാധീനത്തെ കുറിച്ചാണ് പറയുക. ഈ ഗ്രഹത്തിന്റെ സ്വാധീനം തീർച്ചയായിട്ടും നമ്മളിലുണ്ട്, അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ഇറക്കം ഉണ്ടാവുണ്ടല്ലോ അല്ലെ. നമുക്ക് ചന്ദ്രന്റെ പ്രതിക്ഷയങ്ങൾക്കനുസരിച്ച്, ഗ്രഹണ സമയങ്ങൾക്കനുസരിച്ച് തിലമാരകൾക്ക് പോലും ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. നമ്മുടെ ശരീരം ബേസിക്കലി ലിക്വിഡാണ് കൂടുതലുള്ളത്. ഇതിലും ദ്രാവകമാണ്, ഇതിനും ഉണ്ട് അട്രാക്ഷൻ.
ആ അട്രാക്ഷനിലാണ് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മുടെ സ്ത്രീകളുടെ മെൻസ്ട്രൽ സർക്കിൾ വരെ ചന്ദ്രന്റെ വൃതിക്ഷയായിട്ട് നമ്മൾ കണക്കാക്കി പറയും അല്ലേ. അപ്പം ഇതൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർക്ക് തിങ്കൾ ചൊവ്വയും ബുധനൊന്നും ഇല്ല. അവർക്ക് ഇപ്പൊ ഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞപ്പം നവരത്നം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നവരത്ന മോതിരം ധരിച്ചാൽ ഉയർച്ചയുണ്ടാവും, എന്നാൽ അത് ധരിക്കാത്തവർക്ക് ഉയർച്ച ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഇത് ധരിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? കാരണം അത് ധരിക്കുന്നവർക്ക് മാത്രമേ വലിയ ഇതാകാം അല്ലെങ്കിൽ വലിയൊരു ഉയർച്ച ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സിമ്പിളാണ്. നവരത്ന മോതിരം ഈ നവരത്ന മോതിരം ധരിച്ചിട്ട് നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് പൈസ ഉണ്ടാവും. നവരത്ന മോതിരം ധരിച്ചിട്ട് പൈസ താഴെ വരുന്ന വിചാരിച്ചാൽ അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അതാണ് ഇത് ഏറ്റവും ബേസിക് ആയിട്ട്. പക്ഷേ ധരിക്കാത്തവർക്ക് ഉയർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ കഥ പറയാം. ഒരു 2 രാജാക്കന്മാർ ഒരേ ഗുരുവിന്റെ ശിഷ്യന്മാരായിരുന്നു അത്രേ. അപ്പൊ ഇവർ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നാ പറയണേ. അപ്പോൾ ആദ്യത്തെ രാജാവ് പോയിട്ട് ഈ ഗുരുവിനോട് പോയി ചോദിച്ചു, ഗുരു ഇന്ന രാജാവ് എന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട്, ഞാൻ ഈ യുദ്ധം ജയിക്കൂ തോക്കൂ? അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു, നീ ഒട്ടും പേടിക്കേണ്ട, നീ യുദ്ധം ജയിക്കും എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ രാജാവ് പോയി ചോദിച്ചു, അദ്ദേഹത്തോടും പറഞ്ഞു, നീ ഒട്ടും പേടിക്കേണ്ട, നീ യുദ്ധം ജയിക്കുന്നു. അവസാനം തോറ്റ രാജാവ് ഈ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ അന്ന് നിങ്ങളെ ഇതൊക്കെ നോക്കി കണക്കൊക്കെ നോക്കി ഞാൻ ജയിക്കുന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ജയിക്കാഞ്ഞത്? അപ്പം അദ്ദേഹം പറഞ്ഞ ന്യായമാണ്. രാജഗുരു എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത് നിന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. നിനക്ക് ധൈര്യം തരിക. ഞാൻ അവൻ്റെയും ഗുരുവാണ്, ഞാൻ അവനും ധൈര്യമാണ് കൊടുത്തത്. പക്ഷെ ഞാൻ കൊടുത്ത ധൈര്യത്തിന്റെ പുറകിൽ മാത്രം നിൽക്കാതെ അവൻ പരിശ്രമിക്കുകയോടെ ചെയ്തു. അവൻ കൃത്യമായിട്ടുള്ള അവൻ്റെ മിലിറ്ററി സെറ്റ് ചെയ്തു, കൃത്യമായിട്ടുള്ള വ്യൂഹങ്ങൾ ഉണ്ടാക്കി, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് അവന് ചെയ്യണ്ടായി. നീയോ ഞാൻ പറഞ്ഞ ഒരൊറ്റ ബിലീഫിൽ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നു. അപ്പോൾ നോക്കൂ, എല്ലാത്തിനും നമ്മുടേതായിട്ടുള്ളൊരു പ്രയത്നത്തിന് വലിയ വാല്യൂ ആണുള്ളത്. ഏത് കാര്യത്തിനും നിങ്ങൾ എത്രയൊക്കെ മംഗല്യ പൂജ കഴിച്ചാലും എത്രയൊക്കെ മഞ്ഞൾപ്പറ നടച്ചാലും കൃത്യമായിട്ടൊരു മാട്രിമോണി പ്രൊഫൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. എത്രയൊക്കെ നിങ്ങൾ വിദ്യാഗോപാർച്ചന കഴിച്ചാലും എത്രയൊക്കെ ഗുരുവായൂരപ്പൻ നിങ്ങൾ വെണ്ണ നിധിച്ച് കഴിച്ചാലും പരീക്ഷ പാസ്സാവണമെങ്കിൽ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. വേറെ നിവൃത്തിയില്ല. ഈ ധർമ്മം ഒരിക്കലും ഞാനെല്ലാം നിനക്ക് ചെയ്തു തരാം എന്ന് പറയുന്ന ഒരു ദൈവത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മഹാഭാരതം തന്നെ കോൺടാക്ട് ചെയ്ത് പറയുന്നു, ഭഗവാൻ സാരഥിയായിട്ട് മുന്നിൽ ഇരുന്നിട്ടേ ഉള്ളൂ. അർജുനാണ് യുദ്ധം ചെയ്തത്. ഭഗവാൻ എപ്പോഴും നമ്മളോട് പറയുന്നത്, നീ യുദ്ധം ചെയ്യും, ഞാൻ ഒപ്പം ഉണ്ടാവും. മോറൽ സപ്പോർട്ട് ഈശ്വരന്മാർ നമുക്ക് തരും. അല്ലാണ്ട് അവരെ ഇറങ്ങി വന്ന് നമ്മുടെ കടം വീട്ടുന്നും അവരെ ഇറങ്ങി വന്ന് നമ്മുടെ രോഗം മാറ്റുന്നും അവരെ ഇറങ്ങി വന്ന് നമുക്ക് കല്യാണം നടത്തിയെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഫൂളിഷ്നെസ് ആണ്. അതിനെയാണ് ഭഗവാൻ പോലും അർജുനനെ നോക്കി വിഡ്ഢി എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം ഗീതയിലുണ്ട്. അങ്ങനെ ബിലീഫ് ചെയ്യുന്ന ആൾക്കാരെ ഭഗവാൻ വിളിക്കുന്ന പേരാ ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആവാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പീരീഡ്സ് എന്ന് പറയുന്ന സംഭവം ഇപ്പം ഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി. ഒരു തവണ ഞാൻ കേട്ടതാണ്, പീരീഡ്സ് അശുദ്ധിയല്ല, അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിൽ തെറ്റില്ല. എനിക്ക് തോന്നുന്നു ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ ആദ്യം നിവേദ്യമായി കൊടുത്തിരുന്നത് സ്ത്രീകൾ ആർത്തവ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്ന ചക്കരക്കഞ്ഞിയായിരുന്നു. അതിനുശേഷമാണ് അത് അരവണയിലേക്ക് മാറുന്നത്. പക്ഷെ ഇപ്പോഴും ഒരു കൂട്ടം വിഭാഗക്കാര് ചിന്തിക്കുന്നത് പീരീഡ്സ് എന്ന് പറയുന്നത് ഒരു അശുദ്ധിയാണ്, അത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഒന്നാമത് ഈ പറഞ്ഞ ചില പോയിന്റ്സ് ഇപ്പം പറഞ്ഞ പോലെ പീരീഡ്സ് അശുദ്ധിയാണോ അല്ലയോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അശുദ്ധി അല്ല എന്ന് തന്നെ പറയുള്ളൂ. കാരണം ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കേണ്ടതിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സൈക്കിളാണത്. അത് കടന്നു പോയിട്ടാണ് ഞാൻ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ജന്മത്തിന് കാരണമായിട്ടൊരു പ്രോസസ്സിനെ അശുദ്ധി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പാരമ്പര്യത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അപ്പം ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഭഗവാൻ ഒരു പെൺകുട്ടിയെ കൈ പിടിച്ച് നടത്തി അമ്മയുടെ പദത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന ദിവസങ്ങളാണ് ഈ പീരീഡ്സ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇന്റർപ്രിട്ടേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഞാനും ബിലീവ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ദ്രൗപദി വസ്ത്രാക്ഷേപം മഹാഭാരതത്തിൽ, ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് ദ്രൗപദി ആർത്തവ സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഈ വസ്ത്രം പിടിച്ചഴിക്കുന്നത്. ആ സമയത്താണ് ഭഗവാൻ വസ്ത്രം കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഭഗവാൻ തന്നെ ഒരു വസ്ത്രത്തിന്റെ രൂപത്തിൽ ദ്രൗപദിയെ ഹഗ് ചെയ്തു എന്നാണ്. ലൈക്ക് പൊതിഞ്ഞ് ഈ സംരക്ഷിച്ച് പിടിച്ചു നമ്മൾ പറയില്ലേ, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തൊടാൻ ഈ ധർമ്മത്തിന് യാതൊരു പ്രയാസവും ഇല്ല, അശുദ്ധിയായിട്ട് കണക്കാക്കുന്നില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ശബരിമലയിലെ യുവതീ പ്രവേശനം, അതൊരിക്കലും ശബരിമലയിലേക്ക് യുവതീ പ്രവേശനം സാധ്യമാകാത്തത് പീരീഡ്സിന്റെ കാരണം കൊണ്ടല്ല. അത് പല സമയത്തും ഞാൻ തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യുവതീ പ്രവേശനമാണ് അവിടെ ഇല്ലാത്തത്, അല്ലാതെ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഇല്ല. അവിടെ നിയന്ത്രണമാണുള്ളത്. യുവതികൾക്ക് എന്തുകൊണ്ട് പ്രവേശനമില്ല എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ശാസ്താവിന്റെ പല ഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവങ്ങളിൽ ഒന്നായിട്ടുള്ള യോഗശാസ്താവ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ താപസ ശാസ്താവ് എന്നാ പറയാം. ഈ താപസ ശാസ്താവിന്റെ പ്രതിഷ്ഠയുള്ള ലോകത്ത് ഒറ്റ അമ്പലേ ഉള്ളൂ, ശബരിമലയാണ്.
നിങ്ങൾക്ക് ശാസ്താവിൻ്റെ അമ്പലം ലോകത്ത് എല്ലായിടത്തും കാണാം, പലയിടത്തും ഉണ്ടാവും, പലയിടത്തും നമുക്ക് എല്ലാവർക്കും പോവുകയും ചെയ്യാം. അവിടെ സ്ത്രീകൾ പോകുന്നതിൽ യാതൊരു തടസ്സമില്ല. പക്ഷേ ഒരു സ്ഥലത്ത് കൊണ്ട് എന്തുകൊണ്ട് മാത്രം പോകാൻ സാധിക്കുന്നില്ല? അവിടെ ഇരിക്കുന്നത് താപസ ശാസ്താവാണ്. ഈ താപസ ശാസ്താവിന് യുവതികളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. വളരെയധികം ബഹുമാനമാണ്, വളരെയധികം റെസ്പെക്റ്റ് ആണ്. കാരണം യുവതികൾ എന്ന് പറയുന്ന ആർത്തവ സൈക്കിളിലൂടെ കടന്നു പോകുന്ന പ്രായപരിധിയിലുള്ള ആളുകൾക്ക് ഞാനന്ന് പറഞ്ഞതുപോലെ അവർക്ക് ബർത്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ കപ്പാസിറ്റി പിന്നീട് കാണുന്നത് ഈശ്വരനിൽ മാത്രമാണ്. നമ്മൾ ബിലീവ് ചെയ്യുന്നു ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈശ്വരന് തുല്യമായിട്ട് കഴിവുള്ള ആളാണ് ആര്? ആർത്തവ സൈക്കിളിലൂടെ കടന്നു പോകുന്ന സ്ത്രീ. എല്ലാ സ്ത്രീകളും ഞാൻ പറയുന്നില്ല, ഈ ഒരു ടൈം പീരീഡിലൂടെ കടന്നു പോകുന്ന സ്ത്രീക്ക് ഭഗവാന് തുല്യമായിട്ടുള്ള കഴിവുണ്ട്. അപ്പൊ അമ്മമാര് വന്നു കഴിഞ്ഞാൽ റെസ്പെക്ട് ചെയ്യണ്ടേ? ആവശ്യമില്ല. കാരണം അവർക്ക് ഭഗവാന്റെ കഴിവില്ല. കാരണം ആ പീരീഡ് കഴിഞ്ഞു പോയി, അവർക്ക് ഇനി ഒരു ബർത്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഈ പീരീഡിലുള്ള ഒരു ജെൻഡർ ആയിട്ടുള്ള ലേഡീസ് വരുന്ന സമയത്ത് ഈ താപസ ശാസ്താവാണെങ്കിൽ പോലും ഭഗവാന്റെ യോഗഭാവത്തിന് മാറ്റം വരുന്ന പറയാ. ഇവൻ എനിക്കതേ കഴിവുള്ള, എനിക്ക് തുല്യനായിട്ടുള്ള ആള് കയറി വരുന്നു, ഞാൻ എണീറ്റിക്കണം. ഐ മീൻ ആ ഭാവം മാറണം എന്നുള്ളതാണ്. ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് പറയുന്നതാണ്. ഈ ശബരിമലയിലെ ഏറ്റവും വലിയ വഴിപാട് നെയ്യഭിഷേകമാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. നമ്മൾ എന്താ ചെയ്യണേ? നമ്മുടെ കർമ്മഫലങ്ങളാകുന്ന നെയ്യാണ് ഭഗവാന്റെ തലയിലൂടെ അഭിഷേകം ചെയ്ത് നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മൾ കുറയ്ക്കുന്നത്. ഈ കർമ്മഫലങ്ങളെ കുറയ്ക്കാനുള്ള എനർജി ശാസ്താവിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? അദ്ദേഹം ചെയ്യുന്ന തപസ്സിലൂടെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ആ തപസ് അവിടെ നടക്കുക എന്നുള്ളത് പോകേണ്ട ആൾക്കാരുടെയൊക്കെ ആവശ്യമാണ്. എന്നാൽ മാത്രം എന്ത് സംഭവിക്കുള്ളൂ? ഈ സ്വാമിയെ കണ്ടാൽ പുണ്യം കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നടക്കുള്ളൂ. അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തപസ് നടക്കണം. തപസ് നടക്കണം എന്നുണ്ടെങ്കിൽ സ്ത്രീകളെ ബഹുമാനാർത്ഥത്തിൽ പോലും ഭഗവാൻ എണീറ്റ് നിൽക്കുന്ന ആവശ്യം ഉണ്ടാവരുത്. അതുകൊണ്ട് മാത്രമാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കും, ഇത്രയും എന്നാ പിന്നെ സ്ത്രീകളെ വീട്ടിൽ നിന്ന് ബഹുമാനിച്ച പോലെ? മതി, ധാരാളം മതി. ഈ ധർമ്മം കൃത്യമായിട്ട് പറയുന്നു, എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ഉയർച്ച ഉണ്ടാവുന്നത്, അവിടെയാണ് വിജയം ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് അയ്യപ്പസ്വാമിയെ തന്നെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അമ്മയിൽ പെങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പോണ്ട ആൾക്കാർ പോട്ടെ. ശാസ്താവ് ചാത്തനാണ്, എന്നാൽ സാത്താനാണ് ചെകുത്താൻ എന്ന് താങ്കൾ പരാമർശിക്കുകയുണ്ടായി. അപ്പം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ, അങ്ങനെ പല ഇതുണ്ട്. അപ്പം ചാത്തന്മാരെ സേവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് എത്രത്തോളം യോജിക്കുന്നുണ്ട്? കാരണം ഒരു വലിയ സംശയമാണ്. ഇപ്പം പലരെയും സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ചാത്തനെ പ്രീതിപ്പെടുത്തിയാൽ അദ്ദേഹം നമുക്കെല്ലാം തരും, പകരം നമ്മളെ വേദനിപ്പിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു ഇഷ്ടക്കേട് കാണിച്ചാൽ നമ്മളെ അടിവേരോടുകൂടെ നശിപ്പിച്ച് കളയുക എന്നുള്ളത്. അതുകൊണ്ട് പലരും അതിലേക്ക് അടുക്കാതിരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട്? ഒന്നാമത് ചാത്തൻ ശാസ്താവാണോ എന്നാണ് ചോദിച്ചത്. ചാത്തൻ തീർച്ചയായിട്ടും ശാസ്താവാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എല്ലാ ശാസ്താവും ചാത്തനല്ലതാനും, അങ്ങനെയും പറയണം. ചാത്തൻ എന്ന് പറയുന്ന പദമാണ് ശാസ്താവ് എന്ന് പറയുന്ന സംസ്കൃത പദത്തിന്റെ ഗ്രാമ്യവും വന്യവുമായിട്ടുള്ള ഭാഷ. സംസ്കൃതം പിന്നീട് വന്നൊരു ലിപിയാണ്. നമുക്ക് നാടൻ ഭാഷയാണ് ഉണ്ടായിരുന്നത്. നാടൻ ഭാഷയിൽ നമ്മൾ വിളിച്ചിരുന്നത് ശാസ്താവിന് ചാത്തൻ എന്ന പേരിലായിരുന്നു. അത്രയാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. പിന്നെ എപ്പോഴാണ് ഈ ചാത്തൻ എന്ന് പറയുന്ന മൂർത്തി നെഗറ്റീവ് ആവുന്നത്? അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് കുറച്ചും കൂടെ ഒരു ആധിപത്യം ഉണ്ടായിരുന്ന സമയത്ത് ക്രിസ്ത്യാനിറ്റിയുടെ കൺസെപ്റ്റിൽ ചാത്തൻ എന്ന് പറയുന്ന പേരിനോട് സാമ്യം നിൽക്കുന്ന ഒരു പേരാണ് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സാത്താൻ എന്ന് പറയുന്ന സങ്കല്പം. സാത്താൻ എന്ന് മലയാളത്തിൽ ഇന്ന് പറയുന്നത് പോലും ഇംഗ്ലീഷ് വേർഡായിട്ടുള്ള സാറ്റൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പൊതുവിൽ നോക്കുന്നു, ഈ ഞങ്ങൾ ദുഷ്ടശക്തിയായിട്ട് കണക്കാക്കുന്ന സാത്താനെ, അതായത് ചാത്തനെ, ഇവർ ദൈവമായിട്ട് ആരാധിക്കുന്നു. അപ്പോൾ ഒരു പൊതുബോധം ഉണ്ടാവുന്നു, സാത്താൻ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. അവിടെ പറയുന്ന ലൂസിഫർ അല്ല ഇവിടെ പറയുന്ന ചാത്തൻ. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഇവിടെ പറയുന്ന ചാത്തൻ എന്ന് പറയുന്നത് ശാസ്താവ്, ധർമ്മം പഠിപ്പിക്കുന്ന ശാസ്താവ്, ധർമ്മശാസ്താവ്. അശ്വത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ശാസ്താവ്, അശ്വാരൂഢ ശാസ്താവ്, അങ്ങനെ പല സങ്കല്പങ്ങൾ പറയും. അതിൽ ഞാൻ അന്ന് പറഞ്ഞ നേരത്തെ താപസ ശാസ്താവ്, ശബരിമലയിൽ ഇരിക്കുന്ന ഭഗവാൻ. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഭാവങ്ങളാണ്. എന്ന് വെച്ചാൽ ശബരിമലയിൽ ചാത്തനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താപസ ഭാവത്തിലുള്ള ശാസ്താവായിട്ടുള്ള ചാത്തൻ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം മാത്രം. വൈദിക ശാസ്താവ് എന്ന് പറയും. അതായത് വൈദിക പാരമ്പര്യം പിന്തുടരുന്ന ചാത്തൻ അല്ലെങ്കിൽ ശാസ്താവാണ് ശബരിമലയിൽ എന്നുള്ളതാണ് സങ്കല്പം. അപ്പൊ നമ്മുടെ ഭാഷ അത് ഗ്രാമ്യമായിട്ടുള്ളൊരു ഭാഷ ആയതുകൊണ്ട് നമ്മൾ ചാത്തൻ എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. ചാത്തൻ എന്ന് വിളിച്ചാൽ മോശമാവില്ല. ഒന്ന്. രണ്ട്, ചാത്തൻ സ്വാമിയെ കൊണ്ട് ഈ ചാത്തൻ സേവ നടത്തി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് പ്രശ്നമാണോ? നോക്കൂ, അത് ഏതൊരു പ്രപഞ്ച ശക്തിയെയും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ എസൻസ് കിടക്കുന്നത്. ഇപ്പോൾ കറണ്ട്, നമുക്ക് കറണ്ട് കൊണ്ട് ലൈറ്റ് കത്തിക്കാം, ഫാൻ ഉപയോഗിക്കാം, AC ഇടാം. അതേപോലെ ഒരാളെ കൊല്ലാൻ 2 വയറ് കണക്കാക്കി അയാളെ കൊടുത്താൽ മതി അല്ലേ? ഏത് ശക്തിയും, ചാത്തൻ എന്ന് മാത്രമല്ല ഏതൊരു പവറിനെയും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ഒന്നാമത്തെ അതിൻ്റെ റിസൾട്ട് വരുന്നത്. 2, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇൻ കേസ് ഈ മന്ത്രപ്രവർത്തനങ്ങളിലൊക്കെ പറയുന്നത് പോലെ ഒരു മൂർത്തിയെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യിക്കുന്നത്? വിടുപണി ചെയ്യിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്ത ഉപാസനയുടെ ഫലത്തിൽ നീ എനിക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തതാണെന്നാണ് പറയുക.
ഇപ്പൊ സൂര്യകാലടി മരേൻ്റെ ഒരു കഥ പറയും. ഗണപതി പ്രത്യക്ഷമായിരുന്നു ത്രാമാനയ്ക്ക്. അവർ പോയി ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗണപതി സാധിച്ചു കൊടുക്കും. ഒരിക്കലും ഒരു കടൽ കൊള്ളക്കാരുടെയോ ആരുടെയോ എന്തോ സാധനം കടലിൽ വീണുപോയി, വലിയ സ്വത്താണ്. ഇവർ വന്ന് സൂര്യകാലടി മനയിൽ പോയിട്ട് പറയും, ഭഗവാനെ അനുഗ്രഹിച്ച് എനിക്ക് ഈ പെട്ടി കണ്ടുപിടിക്കാനുള്ള ഒരു വഴി കാണിച്ചു തന്നാൽ പെട്ടിയുടെ പകുതി ഇങ്ങനെയൊക്കെ തന്നേക്കാന്നാ പറയാം ഈ മനക്കാർക്ക്. അപ്പൊ അവർ കിട്ടിയ പാതി നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഗണപതിയോട് മുങ്ങിയെടുക്കാൻ പറയും. അദ്ദേഹം പറയും, ഇതൊന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല, ഇതൊന്നും എന്നോട് പറയരുത് എന്ന് പറയും. പിന്നെയും ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്ന പറയും. അത് എടുത്തു കൊടുക്കും. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുണ്ടാവില്ല, കാരണം നിങ്ങൾ എന്നെ കൊണ്ട് വിടുപണി ചെയ്യിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയെ കൊണ്ട് കാര്യലാഭത്തിന് വേണ്ടി, താൽക്കാലികമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി അതിനെ വഴിതിരിച്ചു വരുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ ആചാര്യന്മാരൊക്കെ പറയാറുണ്ട്, നമ്മൾ ചിലപ്പോൾ ചെയ്യിക്കുന്ന കാര്യം അതിനിഷ്ടമില്ലാത്ത കാര്യമായിരിക്കും. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരാളോടായിരിക്കും അയാൾക്ക് പോയിട്ട് പണി കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലേ? ഇവർ തമ്മിൽ യാതൊരു വിരോധമല്ല, എനിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, അല്ലേ? ആ ഒരു മാനസികമായിട്ടുള്ള ധർമ്മബോധം ഏതു മൂർത്തിയും അനുഭവിക്കുന്ന പറയാം, അയ്യോ ഇവന് വേണ്ടി ഞാൻ ഒരു പാവത്തിനെ പോയി ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ആ മാനസികമായിട്ട് നമ്മൾക്ക് തോന്നുന്ന ഇതേ ധർമ്മബോധം ഈ മൂർത്തിക്ക് തോന്നുകയും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് ചെയ്ത ആൾക്ക് തന്നെ ഏതോ ഒരു സമയത്ത് തിരിച്ചു കിട്ടുന്നതാണ് പൊതുവിൽ പറയുന്നത്. ഇപ്പം ശാസ്താവ് തന്നെ പല സ്ഥലങ്ങളല്ല, പല പേരുകളിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം ഭഗവാൻ വിഷ്ണുവിന് പല അവതാരങ്ങളാണ്, പല പല പേരുകളിലാണ്. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തപത്മനാഭനായിട്ട് പല രീതിയിലാണ് അദ്ദേഹത്തെ പൂജിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളത്? അങ്ങനെ കണക്കാക്കേണ്ടതായിട്ടില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഭാവവ്യത്യാസം ഉണ്ട്. ഇപ്പൊ നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പറയുമ്പോൾ എല്ലായിടത്തും ശിവനാണോ? അല്ല, ഓരോയിടത്തും ഓരോ ശിവനാണ്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കിരാത രൂപത്തിലുള്ള ശിവനായിരിക്കും, കാട്ടാളനായിട്ടുള്ള ശിവൻ. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് അങ്ങനെയാണ് സങ്കല്പം. രണ്ടാമത് ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ അഘോര രൂപത്തിലുള്ള ശിവനായിരിക്കും. വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഭാര്യ ഭർത്ത് കുട്ടികളൊക്കെ ആയിട്ട് വൈക്കത്ത് എല്ലാ ഫാമിലി ആയിട്ടിരിക്കുന്ന ശിവനായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റിൽ കണക്റ്റഡ് ആവാൻ മനുഷ്യന് എപ്പോഴും പ്രശ്നമാണ്. അവൻ എപ്പോഴും വെറൈറ്റീസ് വേണം. ഒരേ സാധനം തന്നെ എല്ലാ ദിവസവും കഴിക്കാൻ പറഞ്ഞെങ്കിൽ നമുക്ക് മടുപ്പാണ്, അല്ലേ? ഒരു ദിവസം ചോറാവാം, ഒരു ദിവസം ബിരിയാണി കഴിക്കാം, ഒരു ദിവസം വേറെ എന്തെങ്കിലും കഴിക്കാം. വെറൈറ്റികളാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു സ്ഥലത്ത് പോയിട്ട് എപ്പോഴും ഒന്നിനെ തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന വിരസത മാറ്റാൻ ആചാര്യന്മാർ തന്നെയാണ് ഒരു മൂർത്തിയുടെ പല ഭാവങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ശിവന്റെ പല അമ്പലങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് പകരം ശിവലിംഗം വെച്ച് പൂജിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. അങ്ങനെ മാത്രം കാണാൻ സാധിക്കില്ല. ശിവലിംഗ ബോധം എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ് അത് കൺസെപ്റ്റ് ചെയ്യുന്നത്. ബ്രഹ്മത്തിന് രൂപമില്ല, മണമില്ല, ഷേപ്പില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ലിംഗാകൃതിയിലുള്ള, പിന്നെ ലിംഗം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പ്രൊഡക്ഷന്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത്, അല്ലെ? ജനനത്തിന്റെയും ജന്മത്തിന്റെയും ഒക്കെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടുള്ള ലിംഗം. നമ്മുടെ ഈ ഒരു ഹൈന്ദവ ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ എന്തെങ്കിലും രൂപം കൂടിയേ തീരും. ഇപ്പോൾ എനിക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ ഓടക്കോലിൽ വായിച്ചിരിക്കുന്ന മഞ്ഞപ്പട്ട് കൊടുത്ത ഒരു മയിൽപ്പീലി ധരിച്ച ഒരാളെ വരുന്ന ആ രൂപം എൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നത്, അല്ലേ? രൂപത്തിലൂടെ മാത്രമേ രൂപമില്ലാത്തൊരു വസ്തുവിലേക്കുള്ള സഞ്ചാരം നമുക്ക് സാധിക്കൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് തുടക്കത്തിലാണ് വിഗ്രഹാധനത്തിന്, അത് കഴിഞ്ഞ് പതിയെ പതിയെ മുന്നോട്ട് പോകുമ്പോൾ വിഗ്രഹത്തിലല്ല കാണുന്നതിലൊക്കെ ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കും. ആ ബ്രഹ്മബോധവും ഈ ജനനത്തിന്റെ ഒരു സിംപലൈസ് ചെയ്തിട്ടുമാണ് ലിംഗം ഭഗവാൻ എല്ലായിടത്തും പ്രധാനമായിട്ടും കാണിക്കുന്നത്. കാണുന്നതിലും എല്ലായിടത്തും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. നമ്മൾ പറയുന്നുണ്ട് തൂണിലും തുരുമ്പിലും എല്ലാം ഭഗവാനുണ്ട്, ദൈവമുണ്ടെന്ന്. അത് ഏത് വിഭാഗത്തെ, ഏത് മതത്തിലാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസി അമ്പലത്തിൽ പോയാൽ മാത്രമേ വിശ്വാസി ആവുകയുള്ളൂ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണമെന്ന് നിർബന്ധമുണ്ട്. നമ്മൾ പറയും, നീ വിശ്വാസിയാണെന്ന് പറയുന്നല്ലേ ഉള്ളൂ, അമ്പലത്തിൽ പോയി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പള്ളിയിൽ പോയി കണ്ടിട്ടില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ വിശ്വാസികളല്ല, അവർ ക്ഷേത്ര വിശ്വാസികളാണ്, അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഏറ്റവും വലിയ വിശ്വാസം ഞാൻ പറഞ്ഞു അവനവനെ വിശ്വസിക്കുന്നതാണെന്നുള്ളത്. ഇപ്പൊ തത്വമസി എന്ന് പറയുന്ന സങ്കല്പമാണെങ്കിലും, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സങ്കല്പമാണെന്നുണ്ടെങ്കിലും, ഏതൊരു ഈവൻ ഇന്നലെ ടൈപ്പുകയായിരുന്നു, പഴം നീ എന്നാണ് പഴനി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ നമ്മൾ തിരിച്ചു പറയുക. അതായത് ജ്ഞാനമാകുന്ന പഴം നീ തന്നെ ആകുന്നതാണ് മുരുകൻ കയറി വരുന്ന ആൾക്കാരോടൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാവരും കണക്ട് ചെയ്യുന്നത് അവസാനം എവിടെയാ? നിങ്ങളിൽ തന്നെയാണ് ഞാൻ എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ആത്യന്തികമായിട്ട് നമുക്ക് വിശ്വാസം വേണ്ടത് ആരെയാണ്? നമ്മളെ തന്നെയാണ്. നമ്മളിൽ ആ പരമാത്മാവായിട്ടുള്ള ചൈതന്യം ഉണ്ട് എന്ന് കരുതുന്ന ആൾക്കാർക്ക് എന്തമ്പലം, എന്ത് വിഗ്രഹം, എന്ത് വഴിപാട്. പക്ഷെ നമ്മളൊക്കെ അതിന്റെ ഏറ്റവും ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാരാണ്. ഒറ്റയടിക്ക് പോയിട്ട് PhD പഠിക്കരുത്. ലോവർ ക്ലാസ്സുകളിലൂടെ കയറി പോയിട്ട് അവിടെ എത്തണം. ചില ആൾക്കാരുണ്ട് കേട്ടോ, ഒറ്റയടിക്ക് PhD പഠിക്കുന്ന ആൾക്കാരുണ്ട്, സാധിക്കുന്നതാണ്. അതൊക്കെ അത്രയും നിയോഗമുള്ള, അത്രയധികം ജ്ഞാനമുള്ള ആൾക്കാർക്ക് സാധിക്കും. നമ്മളെ പോലെ സാധാരണ ലൗകിക ജീവിതം ജീവിക്കുന്ന ആൾക്കാർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പോകണം. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ ആ നവവിധ ഭക്തിയിൽ കേട്ടും അറിഞ്ഞും സ്തുതിച്ചും കണ്ടും
അങ്ങനെയാണ് ആ നിർവികാരമായിട്ടുള്ള ബ്രഹ്മത്തിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ക്ഷേത്ര ദർശനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറുമ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു സംശയമാണ് പുരുഷന്മാര് ഷർട്ട് ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചില അമ്പലങ്ങളിൽ മുണ്ട് മാത്രം ധരിച്ചേ കയറാൻ പാടുള്ളൂ, സ്ത്രീകൾ സാരി ഉടുത്ത് മാത്രമേ കയറാൻ പാടുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരാനുള്ള റീസൺ എന്താണ്? ഇതിന് പൊതുവിൽ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു ആൻസർ ഈ പുരുഷന്മാരുടെ ചൈതന്യം സ്വീകരിക്കുന്ന ഭാഗം ഇവിടെയാണെന്നും അത് ഷർട്ട് ഉണ്ടെങ്കിൽ അത് മറഞ്ഞു കിടക്കുന്നു, അപ്പൊ അങ്ങനെ ഒരു ചൈതന്യം സ്ത്രീകൾക്ക് അത് മുഖത്താണ് ഇവിടെയാണ്. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ചൈതന്യം ഈ ഷർട്ടിനകത്ത് കൂടെ കയറാൻ പറ്റത്തൊരു ചൈതന്യത്തെ എന്ത് ചൈതന്യം എന്നാണ് വിളിക്കേണ്ടത് നമുക്കറിയില്ല. അതൊന്നുമല്ല. ആ സമയത്ത് ഷർട്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഷർട്ട് ഇടാതെ കയറുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുണ്ടായിരുന്നതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആവശ്യം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ സാധനത്തിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ക്ഷേത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പഠിക്കാൻ നമുക്ക് പല രീതിയിൽ സാധിക്കും. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൂക്കളിൽ നിന്ന്, പുഴകളിൽ നിന്ന്, പക്ഷികളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്, അല്ലേ? അവിടെ ടൈം ടേബിൾ ഉണ്ട്, ഇന്ന സബ്ജക്ട് ഇന്ന സമയത്ത് എടുക്കുന്നുണ്ട്, ഈ സമയത്ത് തുറക്കും, ഈ സമയത്ത് അടയ്ക്കും. ഈ രണ്ടാമത്തെ പഠനമാണ് സ്പിരിച്വാലിറ്റി. ആദ്യത്തെ ഞാൻ രണ്ടാമത് പറഞ്ഞത് ഈ ക്ഷേത്ര സങ്കല്പമാണ് റിലീജിയസ് ആക്ടിവിറ്റീസ് എന്ന് പറയും. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് വാനിലയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എടുക്കാം, അല്ലെങ്കിൽ സ്ട്രോബെറി ആണ് ഇഷ്ടമെങ്കിൽ സ്ട്രോബെറി എടുക്കാം. എന്ത് കഴിച്ചാലും അവസാനം എത്തേണ്ടത് ഈ ശരീരത്തിൽ അതിന്റെ പ്രോട്ടീൻ ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചന്ദനം തൊടുന്ന ഒരു രീതി. നമ്മൾ മോതിര വിരൽ കൊണ്ട് ചന്ദനം തൊടണം, നെറുകയിൽ തൊടണം. അതുപോലെ തന്നെ ഞാൻ എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല, തൊണ്ടക്കുഴിയുടെ മുകളിലോ താഴെയോ ആയി മാത്രമേ ചന്ദനം തൊടാൻ പാടൂ. തൊണ്ടക്കുഴിയിൽ തൊടരുത്, അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ട് കേൾവിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തുകൊണ്ടാണ് ചന്ദനം തൊടുന്നതിന് ഒരു രീതി വന്നിട്ടുള്ളത്? ചന്ദനത്തിന് പുറകിലുള്ള തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിന് 6 ചക്രങ്ങളുണ്ട് എന്ന് പറയും. 6 ചക്രം. അതിന്റെ പേര് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നാണ്. ഇതാണ് ഈ തൊണ്ടയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗമാണ് വിശുദ്ധി. ഈ 2 പുരികത്തിന് ഇടയിലുള്ള ഈ പോയിന്റ് ആണ് ആജ്ഞ. ഇവിടെയാണ് പരമമായിട്ടുള്ള ബുദ്ധി ഇരിക്കുന്നതെന്നാണ് വിശ്വാസം. ആ ആജ്ഞാചക്രത്തെ ഉണർത്തണം എപ്പോഴും. ആജ്ഞ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം. ആജ്ഞ എപ്പോഴും ആക്റ്റീവ് ആയിരുന്നാലേ നമുക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിന്റെ പവർ കൂടുള്ളൂ എന്ന് പറയും. ഈ ആജ്ഞാചക്രത്തെ ഉണർത്താനാണ് നമ്മളിവിടെ ചന്ദനം. അതിനെ തണുപ്പിക്കാനെന്ന് പൊതുവിൽ പറയാറുണ്ട്, ഉണർത്താനെന്നും പറയാറുണ്ട്. ഇപ്പൊ ദേവി ഉപാസകരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ സിന്ദൂരായിരിക്കും തൊടുന്നുണ്ടാവുക, ചിലപ്പോൾ ഞാനിപ്പോൾ തൊട്ടിരിക്കുന്നത് ഗുരുവായൂരപ്പന്റെ കളഭാണ്. അപ്പം ഇത് തൊടുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ആ ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ ഇപ്പം നമ്മൾ നമ്മുടെ കേരളത്തിലേക്കും നോർത്ത് ഇന്ത്യയിലേക്കും കൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. കാരണം ഇപ്പം പറഞ്ഞു പല രീതിയിൽ പലരും വസ്ത്രമിടാതെ, ഇപ്പം കുംഭമേളയൊക്കെ നടന്നത് നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ദശാവതാരം എന്ന് പറയുന്നത്. അപ്പം അത് ഇവിടെ നമ്മൾ കേരളത്തിലാണ് അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നത് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം പുറമേലേക്ക് പോകുമ്പോൾ ബുദ്ധനെ ആരാധിക്കുന്നവരുണ്ട്, ബുദ്ധനെ ദശാവതാരത്തിൽ ഒരാളായിട്ട് കാണുന്നവരുണ്ട്, മോഹിനി, അങ്ങനെയുള്ളതിലേക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാമോ? ദശാവതാര സങ്കല്പങ്ങളിൽ 2 രീതിയാണുള്ളത്. അതായത് 7ാമത്തെയും 8ാമത്തെയും അവതാരങ്ങൾ തമ്മിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. സാധാരണ കേരളീയ പാരമ്പര്യം എടുക്കുകയാണെങ്കിൽ 8ാമത്തെ അവതാരമായിട്ട് ബലരാമൻ, 9ാമത്തെ അവതാരമായിട്ട് കൃഷ്ണൻ, 10ാമത്തെ അവതാരമായിട്ട് കൽക്കി, ഇങ്ങനെയാണ് എടുക്കുക. ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. നമ്മൾ നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അവർ ബലരാമന് പകരം അവിടെ കൃഷ്ണനെ പ്ലേസ് ചെയ്യുകയും കൃഷ്ണന് പകരം അവിടെ ബുദ്ധനെ പ്ലേസ് ചെയ്യുകയും ചെയ്യും. ആ ഒരു പാരമ്പര്യമുണ്ട്. അത് പലപ്പോഴായിട്ട് എനിക്ക് എന്താണ് ശരി, എൻ്റെ ശരികളിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നോർത്തേൺ പാരമ്പര്യത്തിന് കുറച്ചുകൂടെ ചിലപ്പോൾ ശരി ഉണ്ടാവാം എന്ന് ഞാൻ പൊതുവിൽ പറയാറുണ്ട്. കാരണം ഇപ്പോൾ ഈ സംഘർഷണമൂർത്തി, അതായത് ഭഗവാന്റെ തൽപ്പമായിരിക്കുന്ന അനന്തനാണ് ബലരാമനായിട്ട് ജനിക്കുന്നത്. ഭഗവാന്റെ അംശത്തോടു കൂടി, മഹാവിഷ്ണുവിന്റെ അംശത്തോടു കൂടി അനന്തൻ ജനിക്കുന്നതാണ് ബലരാമൻ. മഹാവിഷ്ണുവിന്റെ അംശത്തോടു കൂടി അനന്തൻ മുമ്പും ജനിച്ചിട്ടുണ്ട്, ലക്ഷ്മണനായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. പക്ഷെ ലക്ഷ്മണൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കൂട്ടുന്നില്ല. അതായത് ഒരു ദശാവതാര കൺസെപ്റ്റിൽ കേരളീയ പാരമ്പര്യം എടുത്താലും നോർത്ത് നോക്കിയാലും അവിടെ ഒന്നും നമുക്ക് ലക്ഷ്മണനെ കാണാൻ സാധിക്കില്ല. അപ്പൊ ലക്ഷ്മണനെ എടുക്കുന്ന ലോജിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ബലരാമനെയും കൂട്ടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പൊതുവിൽ വിശ്വസിക്കുന്നത്. ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു ക്രമം പറയുമ്പോൾ ഇപ്പൊ നോക്കൂ, രാജാവായ രാമന് ശേഷം കർഷകനായിട്ടുള്ള കലപ്പ ഏന്തിയ ഒരു മനുഷ്യന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ അവിടെ കാണിക്കുന്നുണ്ട്, അല്ലെ? രാജാവായ രാമന് ശേഷം വരുന്ന ബലരാമൻ എന്ന് പറയുന്നത് കർഷകന്റെ ഒരു സിംബലൈസ് ചെയ്ത് കാണിക്കും. പിന്നെ കൃഷ്ണൻ, പിന്നീട് കൽക്കി. അങ്ങനെ എടുക്കുമ്പോൾ അതും ശരിയാണെന്ന് തോന്നും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഈ ഒരു സാങ്കേതികത്വത്തിൽ നമ്മൾ തളച്ചിടാതിരിക്കണം എന്നാണ് ഞാൻ എല്ലാ വേദിയിലും പറയാറ്. ഇത് ഈ വിളക്ക് അങ്ങോട്ട് തിരിക്കണോ ഇങ്ങോട്ട് തിരിക്കണോ എന്നുള്ളതിന്റെ വേറൊരു ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ആണ്, ആരെ എടുക്കണം എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, ഇഷ്ടമുള്ള ഭാവത്തിൽ ഈശ്വരനെ കാണാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലുത്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഇപ്പം ഞാൻ ഗുരുവായൂരപ്പനും കണക്ട് ആയതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ചാത്തൻ സ്വാമിയിലാവും കണക്ട് ആകാൻ പറ്റുന്നെങ്കിൽ ഗോ ഫോർവേഡ്, അതാണ് നിങ്ങളുടെ മാർഗം. വേറൊരാൾക്ക് മഹാദേവനായിരിക്കും, വേറൊരാൾക്ക് ജീസസ് ക്രൈസ്റ്റ് ആയിരിക്കും, വേറൊരാൾക്ക് നബി ആയിരിക്കും. ആ മാർഗത്തിൽ മുന്നോട്ട് പോവുക. ആ മാർഗം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കാതിരിക്കുക, മറ്റു മാർഗങ്ങളെ തള്ളിപ്പറയാതിരിക്കുക, അത്രേ വേണ്ടു.
അപ്പം എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയം അല്ലേ, സംസാരിച്ചിരുന്ന് കുറച്ചധികം സമയം എടുത്തുവെന്ന് തോന്നുന്നല്ലേ. അപ്പം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒറ്റ ഒരു കാര്യം കൂടെ, ഇപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പം എന്താണ് യഥാർത്ഥ ഭക്തി, ആരാണ് യഥാർത്ഥ ഭക്തൻ, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് കാണുന്നതിലൊക്കെ ഭഗവാനെ കാണാൻ സാധിക്കുന്ന രീതിയിൽ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുന്ന പരിപാടിയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്. പ്രാക്ടിക്കലി നമുക്ക് ഏതൊരു വസ്തുവിലും, അത് ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയിക്കൊള്ളട്ടെ, ആ വസ്തുവിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എൻ്റെ അകത്തും ഇരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്തരാണെന്ന് പറയും. പൊതുവിൽ ആചാര്യന്മാരൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഭക്തനാണ്, നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ട് എന്നത് തെളിയിക്കാനൊരു സിമ്പിൾ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള, നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു മനുഷ്യനെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് എപ്പോൾ പറയാൻ സാധിക്കുന്നു, അപ്പോഴേ നിങ്ങൾ ഭക്തനാവുന്നുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ ഞാൻ വേറെ അവൻ വേറെ എന്നുള്ള ചിന്ത മാറുന്നത്. ഞങ്ങളെല്ലാം ഒരേ ചൈതന്യത്തിൻ്റെ അംശങ്ങളാണെന്ന് തോന്നണം. ആ തോന്നുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ഭക്തൻ എന്നാണ് എൻ്റെ കൺസെപ്റ്റ്. അത് തോന്നിപ്പിക്കുന്ന പരിപാടിയാണ് ഭക്തി. ഇനി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നത് അത് ഓരോരുത്തർക്കും ഓരോരോ രീതിയാണ്, ഓരോരുത്തർക്ക് വിധമാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറോ സിലബസോ ഇല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നവരുണ്ട്, അതും ശരിയാണ്. അവർ കൊടുക്കുന്ന എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. എന്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതോ അതിൽ നമ്മൾ കാണിക്കുന്ന ജസ്റ്റേഴ്സോ അല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശരത്തേട്ടൻ പറയാറുണ്ട്, നമ്മൾ ഈശ്വരനോട് കാര്യങ്ങൾ ചോദിക്കുന്നതും വർത്തമാനം പറയുന്നതുമാണ് പ്രാർത്ഥന. ഈശ്വരൻ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയും. രണ്ടും വേണം, പ്രാർത്ഥനയും വേണം, ധ്യാനം വേണം. നമ്മൾ അങ്ങോട്ട് പറയുന്നതും വേണം, പുള്ളി ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ കേൾക്കുകയും വേണം. ഇത് രണ്ടിന്റെയും ഒരു എന്താ പറയുക, ഒരു സെൻട്രൽ ലൈനിലൂടെ പോകുന്നതാണ് എപ്പോഴും ധർമ്മത്തിന് നല്ലത്. അപ്പോൾ എന്തായാലും ധർമ്മം വർദ്ധിക്കട്ടെ അല്ലേ. ഇപ്പം അത് വളരെ കുറവുള്ള സമയമാണ് ഈ കലിയുഗത്തിൽ. അപ്പോൾ ധർമ്മം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം എന്നുള്ളതാണ് സത്യം. ഒപ്പം തന്നെ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കാൻ പറ്റിയ സന്തോഷം എനിക്കുണ്ട്. എന്നാ എന്നോട് പറയുന്ന ഈ നമ്മുടെ ഷോയിൽ ഇത്രയും സമയം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.